നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ ലഭിച്ചുകൊണ്ടിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് ഒരുപാട് തവണ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും വരുന്നതിന് ശേഷം അപേക്ഷ നൽകി മാസം 1000 രൂപയുടെ പെൻഷൻ ലഭിച്ചിരുന്നു. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഒരു പെൻഷൻ വിതരണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഈ ഒരു കുടിശ്ശിക ഇനി നമുക്ക് ലഭിക്കുമോ, സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് കൂടി വെക്കുക. പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു മാസം 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള മറ്റ് പെൻഷൻ ലഭിക്കാത്ത മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കായിരുന്നു സർക്കാർ പെൻഷൻ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ സർക്കാരിൻ്റെ ഏറ്റവും അവസാന സമയത്തായിരുന്നു ഈ ഒരു പെൻഷൻ പ്രഖ്യാപിച്ചതെങ്കിലും 2 മാസത്തെ പെൻഷനാണ് സർക്കാർ ലഭിച്ചിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ഇതിനെക്കുറിച്ച് അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും പെൻഷൻ വിതരണം എന്നാണ് നമ്മൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 3 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും ഇതുവരെയും സർക്കാർ ഔദ്യോഗികമായി ഒരു പെൻഷൻ വിതരണത്തെക്കുറിച്ച് ഔദ്യോഗികമായി ഇതുവരെ അറിയിപ്പ് നൽകിയിട്ടില്ല. ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇതിനെക്കുറിച്ച് പറയുമെന്നുള്ളത്. എന്നാൽ ബജറ്റിലും ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി സർക്കാർ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഒരു സർക്കാരിൻ്റെ അവസാന കാലത്ത് എടുത്ത നടപടി കൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് അനർഹർ കയറി കൂടിയിട്ടുണ്ടായിരുന്നു. റേഷൻ കാർഡിൻ്റെ കളർ മാറ്റിയും നിലവിൽ അവർ താമസിക്കാത്ത വീടുകളിലേക്ക് താമസമുണ്ടെന്ന് കാണിച്ച് റേഷൻ കാർഡിൽ പേര് വെട്ടിമാറ്റിയുമെല്ലാം ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ മനസ്സിലാക്കുന്നത്. ഏകദേശം 18 ലക്ഷത്തിലധികം ആളുകളാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അപേക്ഷ സമർപ്പിച്ച എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ അപ്രൂവൽ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒരു അന്വേഷണം നടത്തിയ ശേഷം മാത്രമായിരിക്കും ഇനി അങ്ങോട്ടുള്ള പെൻഷൻ വിതരണം. ഇപ്പോൾ കറക്റ്റായി നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ വിതരണം എന്ന് പറയുന്നത് മാസം 2000 രൂപ ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ, വിധവകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ലഭിക്കുന്ന മാസം 2000 രൂപയുടെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ കറക്റ്റായി നടക്കുന്നത്. അത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 1 മാസത്തെ നൽകി. ഇനി വരും ദിവസങ്ങളിൽ തന്നെ ഈ ഒരു മാസത്തേത് കൂടി നൽകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഇതുവരെയും സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലാകുന്ന കാര്യം നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അനർഹമായ ഒരുപാട് ആളുകൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിമാറ്റിയ ആളുകൾ, അതുപോലെ തന്നെ പുതിയ റേഷൻ കാർഡിലേക്ക് പേര് വെട്ടിമാറ്റിയ ആളുകൾ, പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കിയ ആളുകൾ എന്നിവരെല്ലാവരെയും കുറിച്ചൊരു അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ നൽകണമോ വേണ്ടയോ എന്നുള്ള സർക്കാർ തീരുമാനിക്കുകയുള്ളൂ. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് ആയതുകൊണ്ട് തന്നെ, ഇലക്ഷന് മുമ്പ് ആയതുകൊണ്ട് തന്നെ അപേക്ഷ എല്ലാ ആളുകൾക്കും ഇത് അപ്രൂവൽ ആയിരുന്നു. അപേക്ഷ ഒരാൾക്കും ഇത് റിജക്റ്റ് ആയിരുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും തുടർന്നും ഈ ഒരു പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.